തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറും പിന്നീട് പ്രസിഡന്റുമായ വാസു എന്ന ഉറച്ച CPM-കാരന് ജയിലിൽ കഴിയേണ്ട യോഗം വരുത്തിയ തട്ടിപ്പാണ് ശബരിമലയിലുണ്ടായത്. പക്ഷേ വാസുവിൻ്റെ അറസ്റ്റിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിന് അടുത്ത പ്രതികളിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു. അവർ 3 തവണ നോട്ടീസ് കൊടുത്ത പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ MLA ഒക്കെയായ പ്രബലൻ പത്മകുമാർ ഇതുവരെ അന്വേഷണ സംഘത്തിന് മുമ്പിലെത്തിയിട്ടില്ല. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പക്ഷേ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണത്. പത്മകുമാറിന് ശേഷം വരാനിരിക്കുന്നത് ഈയിടെ സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ്. പ്രശാന്തിൻ്റെ മുകളിലുള്ളത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവനും ഒക്കെയാണ്. ദേവസ്വം മന്ത്രിക്ക് മുകളിലുള്ളത് സാക്ഷാൽ മുഖ്യമന്ത്രിയാണ്. ഇവിടങ്ങളിലേക്കൊക്കെ എത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിക്കുമോ എന്നത് സംശയകരമാണ്. കാരണം കേരളത്തിലെ ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ച് പോലും സ്വർണം കടത്തിയെന്ന ആക്ഷേപമുയർന്ന ആ കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് നിരന്തരം ആക്ഷേപം ഉന്നയിച്ച സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ആ സംഭവം പിടികൂടിയ രാമമൂർത്തി എന്ന് പറയുന്ന കസ്റ്റംസ് ഓഫീസർക്ക് സ്ഥാനചലനം ഉണ്ടായത് ഒഴിച്ചാൽ വിശേഷിച്ചൊന്നും കേരളത്തിൽ നടന്നിട്ടില്ല.